തെസ്സലോനിക്കർക്കെഴുതിയ രണ്ടാം ലേഖനം 2 തെസ്സലോനിക്കർ അധ്യായം 1. നമ്മുടെ പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ കൂട്ടത്തിന് പൗലോസും സിൽവാനോസും തിമോത്തിയോസും അഭിവാദ്യങ്ങൾ നേരുന്നു. പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നുമുള്ള കൃപയും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ വിശ്വാസവും പരസ്പരമുള്ള സ്നേഹവും വർദ്ധിക്കുന്നതുകൊണ്ട് ദൈവത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും നന്ദി പറയുന്നത് ശരിയായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് മറ്റു ദൈവസഭകളിൽ ഞങ്ങൾ പുകഴ്ത്തി പറയുന്നു. ബലത്തോടെ വിശ്വാസമുള്ളവരായി നിങ്ങൾ തുടരുന്ന രീതിയെപ്പറ്റി ഞങ്ങൾ മറ്റു സഭകളിൽ പറയുന്നു. വളരെയേറെ ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും സഹിച്ചിട്ടും നിങ്ങൾ ഉറച്ച വിശ്വാസത്തിലും ബലത്തിലും തുടരുന്നു. നീതിപൂർവമായ ദൈവവിധിയുടെ തെളിവാണ് കഷ്ടങ്ങളെല്ലാം നിങ്ങൾ സഹിക്കുന്നത്. ദൈവരാജ്യത്തിന് ദൈവം നിങ്ങളെ അർഹരാക്കുന്നതിനായാണ്. ശരിയേതോ അത് ദൈവം ചെയ്യും. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് അവനും ദുരിതങ്ങൾ നൽകും. നിങ്ങളിൽ പ്രയാസമുള്ള എല്ലാവർക്കും ദൈവം സമാധാനം നൽകുകയും ചെയ്യും. കർത്താവായ യേശു അതിശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ ദൈവം ഈ സഹായം നമുക്ക് തരും. ദൈവത്തെ അറിയാത്തവരെ ശിക്ഷിക്കുവാനായി എരിതീയുമായി അവൻ സ്വർഗത്തിൽ നിന്ന് വരും. നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവരെ അവൻ ശിക്ഷിക്കും. എക്കാലത്തേക്കും നിലനിൽക്കുന്ന ഒരു നശീകരണം കൊണ്ട് അവർ ശിക്ഷിക്കപ്പെടും. കർത്താവിനോടൊപ്പമായിരിക്കാൻ അവരെ അനുവദിക്കയില്ല. അവരെ അവന്റെ മഹാശക്തിയിൽ നിന്നും അകറ്റി നിർത്തും. കർത്താവ് വരുന്ന ദിവസം ഇത് സംഭവിക്കും. മഹത്വവും ബഹുമാനവും തന്റെ വിശുദ്ധന്മാരിൽ നിന്നും വിശ്വാസികളിൽ നിന്നും സ്വീകരിക്കുന്നതിനു വേണ്ടി യേശു വരും. വിശ്വാസികളൊക്കെ യേശുവിന്റെ പ്രഭാവത്തിൽ അത്ഭുതപ്പെടും. നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചതിനാൽ നിങ്ങൾ ആ വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ടായിരിക്കും. അതിനാലാണ് ഞങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവനാൽ വിളിക്കപ്പെട്ട നല്ല വഴിയിൽ നമ്മുടെ ദൈവം നിങ്ങളെ സഹായിക്കുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളിലുള്ള നന്മ നിങ്ങളെക്കൊണ്ട് സൽപ്രവൃത്തി ചെയ്യിക്കുന്നു. നിങ്ങളിലുള്ള വിശ്വാസം നിങ്ങളെ പ്രവർത്തിപ്പിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതലായി ചെയ്യുവാൻ ദൈവം തന്റെ ശക്തി തന്ന് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളിൽ മഹത്വമുണ്ടാകുമെന്നതിന് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ക്രിസ്തുവിൽ മഹത്വമുണ്ടാകും. ആ മഹത്വം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും പിതാവായ ദൈവത്തിന്റെയും കൃപയിൽ നിന്ന് വരുന്നതാണ്. 2 തെസ്സലോനിക്കർ അധ്യായം 2. സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെപ്പറ്റി ചിലത് ഞങ്ങൾക്ക് പറയുവാനുണ്ട്. നാം എല്ലാവരും അവനോടൊപ്പം സന്ധിക്കുന്ന ആ സമയത്തെക്കുറിച്ചാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. കർത്താവിന്റെ ദിനം അടുത്തെത്തിക്കഴിഞ്ഞു എന്ന വ്യാജ പ്രസ്താവന കേട്ട് പരിഭ്രമിക്കുകയോ ചാഞ്ചല്യപ്പെടുകയോ ചെയ്യരുത്. ഒരുവന്റെ സന്ദേശം വഴിയോ ഏതെങ്കിലും പ്രവചനവരത്തിലൂടെയോ നിങ്ങൾ ഇത് കേൾക്കുമായിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനെ സംബന്ധിച്ച് ഞങ്ങളിൽ നിന്ന് വന്ന ഒരു കത്ത് വായിച്ചു എന്നും പറയുമായിരിക്കും. ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ വിഡ്ഢികളാക്കാൻ ആരെയും അനുവദിക്കരുത്. ദൈവത്തിനെതിരായി കലാപമുണ്ടാകാതെ കർത്താവ് വരികയില്ല. ദുഷ്ടനും നരകത്തിന് അവകാശപ്പെട്ടവനുമായവൻ വെളിപ്പെടുന്നതുവരെ കർത്താവ് വരികയില്ല. ദൈവമെന്ന് വിളിക്കപ്പെടുന്ന എല്ലാറ്റിനും ആരാധിക്കപ്പെടുന്ന എന്തിനും എതിരായുള്ളവനാണ് ആ ദുഷ്ടതയുടെ മനുഷ്യൻ. അവൻ എല്ലാവരിലും ഉന്നതനാകുവാൻ ശ്രമിക്കുന്നു. ആ ദുഷ്ടമനുഷ്യൻ ദൈവത്തിന്റെ ആലയത്തിൽ പോകുകയും അവിടെ ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവൻ ദൈവമാണെന്ന് സ്വയം പറയുകയും ചെയ്യുന്നു. ഇക്കാര്യങ്ങളെല്ലാം സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഓർക്കുന്നുണ്ടോ? ദുഷ്ടതയുടെ മനുഷ്യനെ ഇപ്പോൾ തടയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ശരിയായ നേരത്ത് വരാൻ തക്കവണ്ണം അവൻ തടയപ്പെട്ടിരിക്കുന്നു. ദുഷ്ടതയുടെ ഗൂഢശക്തി ഇപ്പോൾ തന്നെ ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്.
എന്നാൽ ആ ശക്തിക്ക് തടസ്സമുണ്ടാക്കുന്ന ഒരുവനുണ്ട്. അവൻ മാറ്റപ്പെടുന്നതുവരെ അത് അവൻ തുടരും. അപ്പോൾ ദുഷ്ടതയുടെ മനുഷ്യൻ പ്രത്യക്ഷനാകും. തന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന ശ്വാസത്താൽ കർത്താവായ യേശു അവനെ നശിപ്പിക്കും. തന്റെ വരവിന്റെ പ്രഭാവത്താൽ ദുഷ്ടതയുടെ മനുഷ്യനെ അവൻ നശിപ്പിക്കും. സാത്താന്റെ ശക്തിയാലാണ് ദുഷ്ടതയുടെ മനുഷ്യൻ വരുന്നത്. അവന് വളരെ ശക്തിയുണ്ട്. അവൻ വ്യാജമായ ധാരാളം വീര്യപ്രവൃത്തികളും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും. നഷ്ടപ്പെടുന്നവരെ കെണിയിലാക്കാൻ ദുഷ്ടതയുടെ മനുഷ്യൻ എല്ലാ ദുഷ്ടവിദ്യകളും പ്രയോഗിക്കും. സത്യത്തെ സ്നേഹിക്കാത്തതിനാലാണ് അവർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ സത്യത്തെ സ്നേഹിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. എന്നാൽ അവർ സത്യത്തെ സ്നേഹിക്കാൻ വിസമ്മതിച്ചതുകൊണ്ട് അവരിൽ പ്രവർത്തിക്കുവാൻ അസത്യത്തിന്റെ ശക്തിയെ ദൈവം അയക്കുന്നു. അതിന്റെ ഫലമായി അസത്യത്തിൽ അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സത്യം വിശ്വസിക്കാത്തവർക്ക് ന്യായവിധിയുണ്ടാകും. അവർ സത്യം വിശ്വസിക്കുന്നില്ല. അതിനു പകരം ദുഷ്ടത ചെയ്യുന്നത് അവർ ആസ്വദിച്ചു. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എപ്പോഴും ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. രക്ഷിക്കപ്പെടേണ്ടതിന് ദൈവം നിങ്ങളെ ആദ്യം തന്നെ തിരഞ്ഞെടുത്തു. നിങ്ങളുടെ സത്യത്തിലുള്ള വിശ്വാസത്താലും പവിത്രീകരിക്കുന്ന ആത്മാവിനാലുമത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആ രക്ഷയ്ക്കാണ് ദൈവം നിങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷം വഴിയാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള മഹത്വത്തിൽ പങ്കുപറ്റാനാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. അതുകൊണ്ട് സഹോദരരെ, ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ ഉപദേശത്തിൽ അടിയുറച്ചു തുടരുക. ഞങ്ങളുടെ പ്രസംഗത്തിലൂടെയും കത്തിലൂടെയും നിങ്ങളെ പഠിപ്പിച്ചു. നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ നല്ല കാര്യങ്ങളിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വയവും നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. ദൈവം നമ്മെ സ്നേഹിക്കുകയും എല്ലാ കാലത്തേക്കും തുടരുന്ന നല്ല പ്രത്യാശയും ആശ്വാസവും തന്റെ കൃപയിലൂടെ അവൻ നമുക്ക് നൽകുകയും ചെയ്തു. 2 തെസ്സലോനിക്കർ അധ്യായം 3. സഹോദരരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ഉപദേശം അതിവേഗം വ്യാപിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. ആ ഉപദേശങ്ങളെ നിങ്ങൾ ബഹുമാനിച്ചതുപോലെ ജനങ്ങളും ബഹുമാനിക്കാൻ പ്രാർത്ഥിക്കുക. ദുഷ്ടന്മാരിൽ നിന്നും മ്ലേച്ഛന്മാരിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്നും പ്രാർത്ഥിക്കുക. എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, പക്ഷെ കർത്താവ് വിശ്വസ്തനാണ്. അവൻ നിങ്ങൾക്ക് ശക്തി തരികയും ദുഷ്ടനിൽ നിന്നും സൂക്ഷിക്കുകയും ചെയ്യും. ഞങ്ങൾ പഠിപ്പിച്ചതുപോലെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇത് ചെയ്യുന്നതിൽ നിങ്ങൾ തുടരുമെന്ന് ഞങ്ങൾ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ ദീർഘക്ഷമയിലേക്കും ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് നയിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരരെ, ജോലി ചെയ്യാൻ വിസമ്മതിക്കുന്ന വിശ്വാസികളിൽ നിന്നും അകന്നു നിൽക്കുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അധികാരത്തിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ജോലി ചെയ്യാൻ വിസമ്മതിക്കുന്നവർ ഞങ്ങളുടെ ഉപദേശത്തെ പിന്തുടരുന്നില്ല. ഞങ്ങൾ ജീവിക്കുന്നത് പോലെ ജീവിക്കണം എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളോടൊപ്പമായിരുന്നപ്പോൾ ഞങ്ങൾ മടിയരല്ലായിരുന്നു. മറ്റൊരുവന്റെ ഭക്ഷണം ഞങ്ങൾ കഴിച്ചപ്പോൾ ഞങ്ങൾ അതിനു പണം കൊടുത്തു. ഞങ്ങൾ നിങ്ങളിൽ ഒരുത്തർക്കും ഭാരമാകാതിരിപ്പാൻ രാവും പകലും യത്നിച്ചു. ഞങ്ങളെ സഹായിക്കണമെന്ന് നിങ്ങളോട് പറയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് മാതൃകയാകത്തക്കവണ്ണം ഞങ്ങളുടെ സംരക്ഷണത്തിന് ഞങ്ങൾ തന്നെ അധ്വാനിച്ചു. ഞങ്ങൾ നിങ്ങളോട് കൂടിയായിരുന്നപ്പോൾ ഈ നിയമം ഞങ്ങൾ തന്നു: ഒരുവൻ പണിയെടുക്കാൻ ഇച്ഛിക്കുന്നില്ലെങ്കിൽ അവൻ ഭക്ഷിക്കുകയും വേണ്ട. നിങ്ങളുടെ ഇടയിലുള്ള ചിലർ പണിയെടുക്കാൻ വിസമ്മതിക്കുന്നുവെന്ന് ഞങ്ങൾ കേൾക്കുന്നു. അവർ ജോലി ചെയ്യുന്നില്ല. അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ അവർക്ക് തിരക്കാണ്. മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നത് നിർത്തുവാൻ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ജോലി ചെയ്ത് സ്വന്തം ഭക്ഷണം തേടിപ്പിടിക്കാൻ ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരോട് അഭ്യർത്ഥിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. സഹോദരരെ, നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. ഞങ്ങൾ
ഈ കത്തിൽ എഴുതിയ കാര്യങ്ങൾ അനുസരിക്കാൻ വിസമ്മതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തി ആരെന്ന് ഓർക്കുക. അവനുമായി കൂട്ടിച്ചേരരുത്. അപ്പോൾ അവൻ ലജ്ജിതനായേക്കാം. എന്നാൽ ഒരു ശത്രുവിനോടെന്ന പോലെ അവനോട് പെരുമാറരുത്. ഒരു സഹോദരൻ എന്ന പോലെ താക്കീത് ചെയ്യുക. സമാധാനത്തിന്റെ കർത്താവ് നിങ്ങൾക്ക് സമാധാനം തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കാലത്തും എല്ലാ വിധത്തിലും അവൻ സമാധാനം തരട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ. ഞാൻ പൗലോസ് എന്റെ തന്നെ കൈയെഴുത്താൽ ഈ കത്ത് സമാപിപ്പിക്കുന്നു. കത്തുകൾ എന്റേതാണെന്ന് കാണിക്കുവാനായി എല്ലാ കത്തുകളിലും ഇങ്ങനെയാണ് ഞാൻ ഒപ്പിടുന്നത്, ഇങ്ങനെയാണ് ഞാൻ എഴുതുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ.